ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ കോഴിക്കോടിൻ്റെ സ്വന്തം ഉന്നക്കായ പറഞ്ഞപ്പോൾ മാറിപ്പോയതാട്ടോ. അതിനായിട്ട് പഴം ആവിയിൽ വേവിച്ചെടുക്കാം. വേവിച്ച പഴം നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതുപോലെ ആക്കിയെടുക്കാം. എന്നിട്ട് ഇതങ്ങനെ മാറ്റി വെക്കാം കേട്ടോ. ഇനി ഫില്ലിങ്സ് 2 കോഴിമുട, കുറച്ച് പഞ്ചസാര, പിന്നെ കുറച്ച് അണ്ടി മുന്തിരി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് വെക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് അണ്ടി ഇടാം. അണ്ടി ഒന്ന് ഫ്രൈ ആവുമ്പോൾ മുന്തിരിയും ആഡ് ചെയ്യാം. ഇത് രണ്ടൊന്ന് ഫ്രൈ ആവുമ്പോൾ കോഴിമുട മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതെല്ലാം കൂടെ ചിക്കി ഇതുപോലെ ആക്കിയെടുക്കാം. വേണമെങ്കിൽ കുറച്ച് തേങ്ങ ഇടാട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങ തേങ്ങയുടെ ഫില്ലിങ്ങിനും ആക്കാവേ. നമുക്ക് പിന്നെ കോഴിമുട ഇഷ്ടമുള്ളത് കൊണ്ട് കോഴിമുട എടുത്തുന്നുള്ളൂ. പിന്നെ ഇനി കുറച്ച് ഓയിൽ കേട്ടോ, കയ്യിൽ ഒട്ടി പിടിക്കാതെക്കാനാണ്. കുറച്ച് ഓയിൽ കയ്യിൽ സ്പ്രെഡ് ചെയ്യാം. പഴം എടുക്കാം, ഇങ്ങനെ ബോള് പോലെ ആക്കാം. പിന്നെ പത്തിരി പോലെ പറ്റി കൊടുക്കാം. ഓയിൽ കൊണ്ടല്ല കേട്ടോ, നമ്മുടെ കൈ കൊണ്ട് തന്നെയാണ്. ഗദ്ദേ പോലെ എന്നിട്ട് ഉന്നക്കായന്റെ ഷേപ്പിലാക്കി എടുക്കാം. ഇനി അത് ഒന്നുമില്ല, ഇനി അതേപോലെ എല്ലാം ആക്കിയെടുക്കാം. അതേപോലെ ഇങ്ങനെ ആക്കിയെടുക്കാം. എന്നിട്ട് അങ്ങനെ എല്ലാം ആക്കാം. സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു പണി കൂടി ഉണ്ട്, പൊരിക്കാൻ. ചൂടായതിലേക്ക് പഴം മെല്ലെ വെച്ച് കൊടുക്കാം. കൈ പൊള്ളന കേട്ടോ കയ്യിലെ. ഇനി ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ മസിൽ കൊടുക്കാം. അപ്പം നമ്മൾ ഉന്നക്കായ റെഡിയായി. അപ്പം നോക്കിയ ബൈ.